സംസ്ഥാനത്തെ 385 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് 702 കോവിഡ് കേസുകളാണ് ആകെ സ്ഥിരീകരിച്ചത്. 6 മരണം റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, കേരളത്തിൽ അനുദിനം ഈ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണല്ലോ. 385 പേർക്കാണ് ഏറ്റവും ഒടുവിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നടപടികൾ എന്തെങ്കിലും ത്വരിതപ്പെടുത്താനുള്ള ശ്രമമുണ്ടോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന്? എൽദോ, സംസ്ഥാനത്ത് 385 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശ്വാസകരമായ ഒരു കണക്ക് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഈ രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും ഉയരുന്നു എന്നുള്ളതാണ്. 539 പേരാണ് രോഗമുക്തി നേടുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടിയത്. ആ കണക്ക് കൂടുന്നത് ആശ്വാസകരമാണ് എന്ന് പറയാം. എങ്കിൽ പോലും ഈ ദിവസവും മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഈ മറ്റു രോഗങ്ങളുള്ളവരും ഒക്കെ സൂക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആശുപത്രികളിലൊക്കെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം പനിയും മറ്റു രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരും ഇത്തരത്തിൽ കോവിഡ് പരിശോധന നടത്തണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് 702 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂർ രാജ്യത്ത് 4150 ആക്റ്റീവ് കേസുകളുണ്ട്. സംസ്ഥാനത്ത് 2799 ആക്റ്റീവ് കേസുകളാണുള്ളത്. എന്നാലും സംസ്ഥാനത്ത് രോഗമുക്തി നിരക്ക് ഉയരുന്നത് ആശ്വാസകരമെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ശരി, ഐശ്വര്യനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 385 പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.